ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ വേണ്ടി പോണത് നമ്മുടെ കാപ്സിക്കം വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹൽവയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. 3 മീഡിയം സൈസിലുള്ള കാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലെ ആ ഒരു വൈറ്റ് പോർഷനും സീഡും ആദ്യം റിമൂവ് ചെയ്യണം. അത് നമുക്ക് ആവശ്യമില്ല. എന്നിട്ട് ഇതുപോലെ കുഞ്ഞു പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണേ. അതിനുശേഷം നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിൽ വെച്ചിട്ട് ഇതൊന്ന് നല്ല സ്മൂത്ത് ആക്കിയിട്ട് ഇതുപോലെ അരച്ചെടുക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ആ ഒരു കാപ്സിക്കത്തിൽ ഓൾറെഡി വെള്ളമുണ്ട്. അങ്ങനെ ഇത് നല്ല സ്മൂത്ത് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഏത് പാനിലാണോ ഈ ഹൽവ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ആ പാനിലോട്ട് ഈ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണേ. എന്നിട്ട് 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണേ. ഞാനിവിടെ 1/2 കപ്പ് മുഴുവനെ എടുത്തിട്ടില്ല, 1/2 കപ്പിലും കുറച്ച് കുറവായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര ഇതിൽ കിടന്നിട്ടൊന്ന് മെൽറ്റായി കഴിയുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കും നല്ലൊരു ഗ്രീൻ കളറായിട്ട് വരും. അങ്ങനെ ഈ പഞ്ചസാര ഇതിൽ നല്ല പോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി മറ്റൊരു പാത്രത്തിലോട്ട് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഈ കോൺഫ്ലവറിലോട്ട് അല്പം മാത്രം വെള്ളം ഒഴിച്ചിട്ട് കട്ട് കിട്ടാത്ത രീതിയിൽ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണേ. ഇത്രയും മതി. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടിട്ട് വേണം ഇതിലോട്ട് ഈ കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഏകദേശം 2-3 മിനിറ്റ് ആവുമ്പോഴേക്കും ഇതൊന്ന് തിക്കാവാൻ വേണ്ടി തുടങ്ങും. കൈവിടാതെ ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഈ സമയത്ത് ഇതിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം 1/2 ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും കൈവിടാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഈ സമയത്ത് ഇതിലോട്ട് 2 ഡ്രോപ്പ് ഗ്രീൻ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടും നിർബന്ധമില്ല, എൻ്റെ വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാട്ടോ. വീണ്ടും 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അല്പം കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ പാനിൽ നിന്നും വിട്ടുവരുന്ന ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെയാ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു കാപ്സിക്കം ഹൽവയാണ്. ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഏത് ട്രേയിലാണോ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് ആ ഒരു ട്രേയിലോട്ട് അല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ അല്പം ആൽമണ്ട് നികക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലോ വെച്ചിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 1/2 മണിക്കൂറിന് ശേഷമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇതിൻ്റെ സൈഡ് ഭാഗത്തു നിന്നൊക്കെ ഇതുപോലെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലോട്ട് കമിഴ്ത്തി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ കാപ്സിക്കം കൊണ്ടുള്ള ഹൽവ തയ്യാറായിട്ടുണ്ട്.
എനിക്ക് ഈ ഒരു റെസിപ്പി പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് ശാഷ ചേച്ചിയാണ്. ശാഷ ചേച്ചി എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ ഒരു സ്പെഷ്യൽ താങ്ക്സ്. കാരണം നല്ല രീതിയിൽ തന്നെ തയ്യാറാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. മാത്രമല്ല നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് നല്ല ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്യാപ്സിക്കം ഹൽവയാണ്. മാത്രമല്ല നമ്മൾ ഇതിൽ ഏലക്കാപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ ആ ഒരു ഏലക്കാപ്പൊടിയുടെ ഫ്ലേവർ അല്ല മുന്നിട്ട് നിൽക്കുന്നത്, ക്യാപ്സിക്കം ഫ്ലേവർ തന്നെയാണ്. ഇനി വനില എസൻസ്, സിന്നമൺ പൗഡർ, അങ്ങനെ ഏതെങ്കിലും ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് വെച്ചിട്ടൊന്ന് തയ്യാറാക്കിക്കോളൂ. എന്തായാലും നമ്മുടെ ക്യാപ്സിക്കം ഇഷ്ടപ്പെടാത്തവർ ഇത് ട്രൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോവല്ലേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്